ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ അറിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിരീക്ഷണത്തിൽ 39ാമത്തെ ശ്ലോകം ഗുരു അവിടെ സൂചിപ്പിക്കുന്നത് അറിവിന് രണ്ട് പിരിവുകൾ, സമയെന്നും അന്യെന്നും നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് വീണ്ടും ഒരു ഉൾപ്പിരിവോടുകൂടി. അപ്പോൾ ഈ ഒരുപക്ഷെ സമയും അന്യയും ഒക്കെ നമ്മൾ വിശദമായിട്ടൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. നമുക്കതിന് പറ്റിയൊരു വേദി അല്ലാത്തത് കൊണ്ടാണ് സാമാന്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു പോകുന്നത്. അപ്പോൾ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ മനസ്സിനകത്തുള്ളത്. അപ്പോൾ ഇത്രമാത്രം മനഃശാസ്ത്രം, ഇപ്പോൾ നമ്മളൊക്കെ പൊതുവേ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് വെള്ളക്കാരൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്, അവൻ്റെ മനഃശാസ്ത്രം സൈക്കോളജി മാത്രമാണ് ശരി എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ ഇവിടെയും ഒക്കെ അത് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മഹർഷിമാർ ഭാരതത്തിൽ ഈ മനസ്സിനെക്കുറിച്ച് അതിഭംഗിയായിട്ട് ഗംഭീരമായിട്ട് വിശകലനം ചെയ്തിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ളൊന്നാണ് നമ്മളീ പഠിക്കുന്ന വേദാന്തം. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവും അതനുസരിച്ച് തന്നെയാണ്, അത് മനഃശാസ്ത്രപരമായിട്ടാണ് അതിനെ ഗുരു വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു വെസ്റ്റേൺ ഫിലോസഫിയും നമ്മളുടെ ഫിലോസഫിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്, വെസ്റ്റേൺ ഫിലോസഫി മറ്റ് വ്യക്തികളെ തന്നെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള വ്യക്തികളുടെ മനസ്സിനെക്കുറിച്ചുള്ള ഡേറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് അത് വെച്ച് ഓരോരുത്തരെയും വിശകലനം ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഭാരതത്തിലെ മഹർഷിമാരുടെ മനഃശാസ്ത്രം അങ്ങനെയല്ല. അവർ അവരവരെ കുറിച്ചുള്ള വിശകലനമാണ് നടത്തുന്നത്. അതാണ് മറ്റുള്ളവരിലേക്ക് അത് ശരിയാണോ. അപ്പോൾ യോഗയായാലും അദ്വൈത വേദാന്തമായാലും പക്ക മനഃശാസ്ത്രപരമായിട്ട് സമീപിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗുരു പറയുന്ന അറിവും, ആ അറിവ് നമ്മൾക്ക് സാധാരണയുള്ള ഒരു അറിവല്ല. അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ചൈതന്യത്തെ ഗുരു പറയുന്നത്, ഗുരു വിശേഷിപ്പിക്കുന്നത് അറിവെന്നാണ്. അപ്പോൾ ആ അറിവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ആ തിരിച്ചറിവിലൂടെ മാത്രമേ നമ്മൾക്ക് പ്രശ്നങ്ങളെ, നമ്മുടെ മനസ്സിനകത്ത് കുടികൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ കലുഷമാക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അത് നമ്മുടെ വെളിയിലേക്കുള്ള മനസ്സിൻ്റെ ഓട്ടം അതൊന്നും നോക്കിയാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അത് ആന്തരികമായിട്ട് ഉള്ള ഒരു തിരിച്ചറിവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗുരു പറയുകയാണ്, അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം വിരതി വരാ വിഷമാ വിശേഷമൊന്നിങ് തരമിവ രണ്ട് തരത്തിലായിരുന്നു. അപ്പം ഇവിടെ ഈ മുൻപ് ഗുരു സൂചിപ്പിച്ച രണ്ട് അറിവുകൾ, മെയിൻ അറിവിൽ നിന്ന് പിരിവായിട്ട് വന്നിട്ടുള്ള രണ്ടറിവുകൾ, അതിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇത് എന്ന് പറയുന്ന, ഇത് കുടമാണ് എന്ന് പറയുമ്പോൾ കുടം എന്നുള്ളത് എല്ലാത്തിലും നിലനിൽക്കുന്ന, പക്ഷേ ഇത് എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തത്വമസി എന്ന് ഉപനിഷത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ അത് നീയാണ് എന്ന് പറയുന്നു. അപ്പോൾ മഹർഷി അത് ഉപദേശിക്കുമ്പോൾ അത് എന്ന് പറയുന്നത് അതിനെ തിരിച്ചറിയുവാനുള്ള ആ ശിഷ്യൻ അല്ലെങ്കിൽ ആ അന്വേഷകൻ
അത് കേൾക്കുമ്പോൾ വെളിയിൽ അന്വേഷിക്കുക എന്നുള്ളതല്ല, അത് അകത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ഓരോന്നിനെയും നമ്മൾ പിരിച്ച് നോക്കിക്കഴിയുമ്പോൾ മാറാതെ നിൽക്കുന്ന ഏതൊന്നാണോ അതിനെ ഏകമായിട്ടുള്ള ആ ഒരു അറിവിലേക്ക്, അപ്പം നമ്മളുടെ അറിവിൻ്റെ ആഴങ്ങളിലേക്ക്, അതായത് അവനവനെക്കുറിച്ചുള്ള അറിവിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടുവാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് പലപ്പോഴും ആധ്യാത്മികത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. കാരണം അതൊരു എന്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം പോലെ ആണത് കാണുന്നത്. സത്യത്തിൽ ഒളിച്ചോട്ടമല്ല. ഇപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒളിച്ചോട്ടമാണ് എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ജീവിതത്തിൽ ഈ മയക്കുമരുന്നും മദ്യവും അതിലേക്കുള്ള ചേക്കേറൽ ഒളിച്ചോട്ടമല്ലേ? നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയോ മറക്കുവാൻ വേണ്ടി നമ്മൾ ഒളിച്ചോടുകയാണ്. അതുപോലെയുള്ള ഒരു ഒളിച്ചോട്ടമാണോ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, ശരിക്കും മദ്യത്തിനെയും മയക്കുമരുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒളിച്ചോടുന്നു. മറ്റേത് യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തെ ബോധപൂർവം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് മനസ്സിനെ സംബന്ധിച്ചായതുകൊണ്ടാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. കുറച്ചുകൂടി അഡ്വാൻസായി പോകുമ്പോൾ അത് ആധ്യാത്മികത എന്ന് പറയുന്നു, അല്ലെങ്കിൽ തത്വാന്വേഷണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈശ്വരാന്വേഷണം എന്ന് പറയുന്നു. മനുഷ്യൻ എപ്പോഴും കുറച്ച് ബലക്കുറവുള്ളവനായതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ടാണ് അവൻ തന്നിലും കുറച്ചുകൂടി ശക്തിയുള്ള ഒന്നിനെ അവൻ ആശ്രയിക്കുന്നത്. അവൻ്റെ ധാരണയാണ് ഇതിങ്ങനെ എന്തോ വേറൊരു പവർഫുള്ളായിട്ടൊന്ന് ഉണ്ട്. അപ്പോൾ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ അതിശക്തിയായിട്ടുള്ള ഒരു പവർ ഇരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ, സ്വാമി വിവേകാനന്ദനൊക്കെ അത് ശക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശക്തിയെ നമുക്ക് അറിഞ്ഞുകൂടാ. അറിവില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനും അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ നമ്മൾക്ക് കാട്ടിത്തന്നു അത് തന്നെയാണ്. സ്വന്തം കാലിൽ, അതായത് തിരിച്ചറിവിൽ നിൽക്കുക, അവനവൻ്റെ നട്ടെല്ലിൽ നിൽക്കുക. അതായത് അവനവനെക്കുറിച്ചുള്ള അറിവ് തീർച്ചയായിട്ടും ആ അറിവിൻ്റെ നിറവിൽ നമ്മൾക്ക് നിൽക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ മറ്റൊന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ടി വരില്ല, നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കുമോ? നമ്മൾ ഇതുവരെ ആർജിച്ച അറിവ് അതിന് ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇതൊക്കെ വളരെ വിശകലനം ചെയ്ത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുവാനും കഴിയണം. അതിന് കഴിവ് ഉണ്ടാകട്ടെ. ഏവരും അതിനുവേണ്ടി ശ്രമിക്കുക. ഏവർക്കും നമസ്കാരം.